Hi dears, welcome back to my YouTube channel. ഇന്ന് ഞാനിവിടെ റെഡിയാക്കാനായിട്ട് പോണത് ഒരു കൊറിയൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വിങ്സ് വെച്ചിട്ടാണ് ഈ കൊറിയൻ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഭയങ്കര സ്വീറ്റാണ്, അതുപോലെ തന്നെ സ്പൈസിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വിങ്സ് മേടിക്കാനായിട്ട് ഞാൻ വിങ്സ് മേടിക്കാനായിട്ടല്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലും മേടിക്കാം എന്ന് കരുതിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ നല്ല വിങ്സ് വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കരുതി എന്നാൽ പിന്നെ ഇന്നൊരു കൊറിയൻ വിങ്സിൻ്റെ റെസിപ്പി തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ സ്വീറ്റായിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ അതിൽ നിന്ന് ഒരു 1/2 kg ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ട് ഞാൻ പെട്ടെന്ന് ഫ്രീസറിലെടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ കരുതി ഇപ്പോൾ തന്നെ ഇതങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് എടുത്ത് ഫ്രൈ ആക്കാൻ മതിയല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാനായിട്ട് പോയി. അപ്പോൾ ഒട്ടും ഫ്രോസൺ ആയിട്ടുണ്ടായിരുന്നില്ല. കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ് എന്തോ ആവത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വിങ്സ് എടുത്ത് വെച്ചപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനത് കട്ടിങ്ങിലേക്ക് പോയി. അപ്പോൾ എളുപ്പമാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നടുക്കായിട്ടൊരു കട്ടിങ് പോലെ എന്തോ ഉണ്ട്. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ചെയ്യുമ്പോൾ നൈറ്റൊക്കെ ആവും കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാനങ്ങ് ചെയ്യുന്നത്. ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിങ്സൊക്കെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തു. 1/2 kg വിങ്സ് ആയിരുന്നു കേട്ടോ. ഒരു 120 റുപ്പീസ് എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് 10 പീസസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ആ 10 പീസും എടുത്തു. എന്നിട്ട് പിന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത്രയും വേണോ, കുട്ടികൾ ഇത്രയും കഴിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കുറച്ചെടുത്ത് വെക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെയും ഞാൻ തിരിച്ചെടുത്തിടുക കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്കൊരു 5 to 10 മിനിറ്റ്സോളം ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. ഇപ്പോൾ 5 to 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെ എടുക്കണം. കാരണം മസാലയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ക്രിസ്റ്റൽ ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. 10 പീസ് വിങ്സ് ആയിരുന്നു. കട്ട് ചെയ്ത് വന്നപ്പോൾ 20 പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങ് എടുത്തു. ചിലപ്പോൾ മക്കൾ കഴിക്കും, എന്നാലും ഒരു ഇതായിരുന്നു. ചിലപ്പം കഴിച്ചില്ലെങ്കിലും ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഇത് നോർമലായിട്ടുള്ള മുളകല്ല, കാശ്മീരിയാണ് കേട്ടോ. അത് നമുക്ക് കളറേ ഉണ്ടാവുള്ളൂ, എരിവുണ്ടാവില്ല. പിന്നെ നെക്സ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത് കോൺഫ്ലോറാണ് കേട്ടോ. അപ്പം കോൺഫ്ലോറും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് കേട്ടോ. വേറെയുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് ഫുള്ളിൽ ആ മസാല നന്നായിട്ട് പിടിക്കണമെങ്കിൽ മാത്രമേ ചിക്കന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷന്. അതാവുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിരുമ്മി ഇതുപോലെ ഒന്ന് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതൊരു ക്ലിങ് ഫിലിം വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇതാക്കി വെക്കാം. എന്നിട്ട് ഇതൊരു 4 hours എങ്കിലും വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ഉച്ചയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 4 hours വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരും. ഇപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം കേട്ടോ ഒരു 4 hours. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു 4 hours മേലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതിപ്പോൾ മാരിനേഷനൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പാൻ വെച്ചിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ എടുക്കുകയും ചെയ്യരുത്. എപ്പോഴും വെജിറ്റബിൾ ഓയിൽ തന്നെ. ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പീസിന് നമ്മൾ വെജിറ്റബിൾ ഓയിൽ തന്നെ കേട്ടോ ചൂസ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ മൊത്തത്തിൽ തട്ടിക്കൊടുക്കരുത്. ഇടയ്ക്ക് സ്പേസ് ഇട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 20 പീസസോളം ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ വൺ സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കളറെന്ന് പറയുന്നത് കാശ്മീരി ചില്ലിയുടെ കളറാണ് കേട്ടോ. കാശ്മീരി ചില്ലിക്കാണ് ഇത്രയും കളർ വരുന്നത്. സാധാ ചില്ലി എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ നല്ല എരിവും കൂടും, ഈ കളർ കിട്ടത്തുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കിതൊന്നുകൂടി നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് കേട്ടോ ഇത് മാറ്റുന്നത്. ഒരു വലിയ ബൗൾ എടുക്കാനായിട്ട് നിന്നില്ല. വലിയ ബൗളിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി ഈ സോസ് പാനാണ് ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തിനാണ് ഈ സോസ് പാൻ എടുത്തതെന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതും കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സോസ് പാനിലേക്ക് മാറ്റി ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊറിയൻ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. കൊറിയൻ റെസിപ്പിയുടെ ടേസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ ഇത്. ഹണി ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ഒരു 3/4 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. ക്രഷ്ഡ് ചില്ലിയും അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണാണ് കേട്ടോ. ശ്രദ്ധിച്ചോളണം കേട്ടോ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ്. 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹണി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ക്രഷ്ഡ് ചില്ലി ഇട്ടാലും ഒട്ടും എരിവൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാശ്മീരി ചില്ലി പിന്നെ അത് എരിവിന് വേണ്ടിയിട്ട് ആകെ ചേർത്തിട്ടുള്ളത് പെപ്പർ പൗഡറാണ് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്ന കെച്ചപ്പാണ്. ഈ കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് ആൻഡ് സ്പൈസിയുടെ തന്നെ കെച്ചപ്പാണ് കേട്ടോ. അപ്പോൾ കെച്ചപ്പ് കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സോസ് പാൻ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും കാശ്മീരി ചില്ലിയും ക്രഷ്ഡ് ചില്ലിയും ഹണിയും എല്ലായിടത്തും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിങ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനടിയിൽ തന്നെ ഈ ഹണിയും എല്ലാം വന്ന് അടിയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഇങ്ങനെ ചെയ്ത് കുറച്ച് സ്പൂൺ എടുത്തിട്ട് ഒന്നുകൂടി ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ ഇത് ഓൾമോസ്റ്റ് കാശ്മീരി ചില്ലി എല്ലായിടത്തും സ്പ്രെഡായി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ
നമ്മുടെ കൊറിയൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പ്ലേറ്റിംഗ് ചെയ്യാം. നമുക്ക് ഈ സ്വീറ്റ് ആൻഡ് സ്പൈസി കൊറിയൻ ചിക്കൻ സൂം ചെയ്ത് കണ്ടാലോ? കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നേരിൽ കാണാനായിട്ട് ഇതിൽ നിന്ന് നന്നായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. വേറൊരു കളറും കൂടിയാണ്, ക്യാമറയിൽ അത്രയും ആ ഒരു കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര സ്വീറ്റാണ്, സോറാണ്, സ്പൈസിയാണ്. കാരണം സോറിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കെച്ചപ്പ് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ. കുട്ടികൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഞാൻ കുട്ടികൾ കഴിച്ചിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിനകത്ത് ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് പ്ലേറ്റിംഗ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എന്താണ് സ്ക്വയറിലായിട്ടുള്ള ഇതിലാണ് ഇത് ഗാർണിഷൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് അവിടുത്തെ ഇങ്ങനെയുള്ളതൊന്നും ഇല്ലാത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സോസ് പാനിൽ തന്നെ ഓൾറെഡി നമ്മുടെ ഹണിയും ക്രഷ്ഡ് ചില്ലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനത് ഒഴിവാക്കാനായിട്ട് നിന്നില്ല, ഞാനത് മേലേക്ക് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളൂ. അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. ഓൾറെഡി ഇതിൽ സോസ് വരുന്നുണ്ട്. സോസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഇല്ല ഇപ്പോൾ. എപ്പോഴും എന്തിൻ്റെ കൂടെയും സോസ് വേണം. എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ സ്നാക്സിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെയും സോസ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മയോണൈസ് ഞാൻ ചെയ്യുന്നത് മന്തിക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റായിട്ട് ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒരു വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് സീസെയിമാണ് കേട്ടോ. വൈറ്റ് സീസെയിമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം. ഈ സീസെയിം ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ നമുക്ക്, പക്ഷേ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് സീസെയിമൊക്കെ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സ്പൈസി ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പേര് പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഉണ്ടാക്കാനാണെങ്കിൽ അതിലേക്കാളും എളുപ്പമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. ആകെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ക്രഷ്ഡ് ചില്ലിയും കോൺഫ്ലോറും മാത്രമാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികളുടെ വീഡിയോ ഒന്ന് നോക്കാം. ഇതായിരുന്നു കേട്ടോ വീട്ടിലെ ഒരു നോമ്പ് തുറക്കലുണ്ടായിരുന്നത്. 2 ഐറ്റം ഫ്രൂട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ മുളക് ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇവിടെ ചിക്കനും ബീഫും കഴിക്കില്ല, ഉമ്മ മട്ടനാണ് കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് ഉമ്മയ്ക്ക് ഞാൻ ഒരു മുളക് ബജി ഉണ്ടാക്കി കൊടുത്തു സോസുമായിട്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊറിയൻ ചിക്കൻ വിങ്സ് ഉണ്ടാക്കിയത്. രണ്ടാളും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം വാങ്ക് വിളിക്കാനായിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു. അതിലിടയിൽ എൻ്റെ മോള് വിരലൊക്കെ വെച്ച് ജസ്റ്റ് ടച്ചൊക്കെ ചെയ്ത് ഇടയ്ക്ക് ആരും കാണാതെയൊക്കെ ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുട്ടികൾ കഴിച്ചതിന് ശേഷമുള്ള ഒന്ന് കാണാം കേട്ടോ വീഡിയോ. അതാണ് നന്നായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് അവർ കഴിച്ച് തീർത്തിട്ടുണ്ട്. എല്ല് മാത്രം ബാക്കി വെച്ചിട്ട് നന്നായിട്ട് കഴിച്ചു. പിന്നെ രണ്ടാൾക്കും ഈ മയോണൈസ് കൂടാതെ സോസും കൂടി വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് സോസും കൂടി കൊടുത്തു. ഫുള്ള് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
താങ്ക് യു ഫോർ വാച്ചിങ്.